ചാരേ വരുമോ ചാരേ മിണ്ടച്ചെന്ന്. അപ്പോൾ നമ്മൾ പൊട്ടിച്ചെല്ലോട് വിതരണം ചെയ്യാൻ പോകുന്നത്. ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഞങ്ങൾ മഹാരാഷ്ട്രയിലെ മാത്തേരൻ എന്ന് പറയുന്ന ഹിൽ സ്റ്റേഷനിൽ പോയ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഈ വ്ലോഗിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളെല്ലാവരും ഇപ്പോൾ ചേർന്നൊരു 77 പേര് കൂടിയാണ് ഈ ട്രിപ്പിന് പോകുന്നത്. ഈ ട്രിപ്പ് നമ്മൾ പാക്കേജ് എടുത്തിട്ടാണ് പോകുന്നത്, അതുകൊണ്ടാണ് അത്രയും പേര് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തേക്കാളും നമ്മളുടെ കൂടെയുള്ള കമ്പനി നന്നായിരുന്നാൽ ആ ട്രിപ്പ് അടിപൊളിയാകും എന്ന് കേട്ടിട്ടില്ലേ? അതുപോലൊരു ട്രിപ്പായിരുന്നു അത്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പ് കൂടെയാണ്. ഇതൊരു 4 days ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബുധനാഴ്ച രാത്രി 12:55 നമുക്ക് കൊച്ചുവേളിയിൽ നിന്ന് ട്രെയിനാണ്. അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ താനയിലെത്തും. അവിടെ നിന്നാണ് പിന്നെ മാത്തേരനിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ രാത്രി തന്നെ ഊബർ പിടിച്ചിട്ട് കൊച്ചുവേളിയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ 12:55 ട്രെയിൻ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അത് കഴിഞ്ഞൊരു 30 minutes ഡിലേ ഉണ്ടായിരുന്നു ട്രെയിനിൽ. നമ്മൾ കയറിയിട്ടും അവിടെ നിന്നാണ് എടുക്കുന്നത് ട്രെയിൻ. അതുകൊണ്ട് നമ്മൾ ട്രെയിനിൽ കയറിയിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് പേര് കയറുന്നുണ്ടായിരുന്നു, അവിടുന്ന് ബോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അവരൊന്നും നമ്മൾ കണ്ടില്ല, പിന്നെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ ട്രെയിനിൽ കയറിയ ഉടനെ ഞാൻ കിടന്നു കേട്ടോ. എനിക്ക് ഇത്രയും നേരമൊന്നും ഉറങ്ങാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നേരത്തെ കിടന്നു. എന്നിട്ട് പിന്നെ ഞാനൊന്നും അറിഞ്ഞില്ല. അടുത്ത ദിവസം രാവിലെയാണ് എഴുന്നേൽക്കുന്നത്. രാവിലെ എഴുന്നേറ്റിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കാണുമായിരുന്നു. പിന്നെ നമുക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും കോഴിക്കോട് നിന്നൊക്കെ ആളുകൾ കയറും. അപ്പോൾ അവരെയൊക്കെ പിന്നെ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് ഫുൾ ട്രെയിനിൽ തന്നെയാണ്. അപ്പോൾ ട്രെയിനിൽ വലിയ ബോറടിയൊന്നുമില്ല. എനിക്കങ്ങനെ ട്രെയിനിലിരുന്ന് ബോറടിക്കാറില്ല. ഞാൻ കൂടുതലും സിനിമയൊക്കെ കണ്ട് ടൈം അങ്ങനെ പോവും. പിന്നെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് വലിയ ബോറടിയില്ല. അതുകൊണ്ട് എനിക്ക് ട്രെയിൻ ജേർണി ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ നമ്മൾ ബ്രെഡ് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഉച്ചയ്ക്ക് നമ്മൾ ജാമുൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ അത് പോരാ എന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ ബിരിയാണി വാങ്ങിച്ചു. ബ്രെഡൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഒരു റൈസ് പോലത്തെ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയിട്ട് ബിരിയാണി വാങ്ങിച്ചു. പക്ഷെ അത് കുഴപ്പമില്ലായിരുന്നു. നമ്മൾ മാംഗ്ലൂരിൽ നിന്നാണ് വാങ്ങിയത്. പിന്നെ അത് വാങ്ങിച്ചു കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ വാങ്ങിച്ചാൽ നമുക്ക് ഫുഡ് പോയ്സണൊക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങി, മാംഗ്ലൂരിൽ നിന്ന് തന്നെ. പിന്നെ അങ്ങോട്ടൊന്നും നമ്മൾ ട്രെയിനിൽ നിന്ന് വാങ്ങിയിട്ടില്ല ഫുഡൊന്നും. നമ്മൾ കൊണ്ടുവന്ന ബ്രെഡും പിന്നെ ഫ്രൂട്ട്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 1 day ട്രെയിനിൽ ഇരിക്കണത് കൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം സെറ്റായിട്ടാണ് വന്നിരുന്നത്. വൈകുന്നേരം 4 മണിക്ക് ആയപ്പോഴത്തേക്കും ഗോവയിലെത്തിയിട്ടോ. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഒരു ഗ്രൂപ്പ് വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ട്രെയിനിൽ കയറി. പിന്നെ അധികം ഒന്നും ചെയ്യാനില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് രാത്രിയിൽ എല്ലാവരുടെയും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് കിടന്നു. അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റു. പിന്നെ നമ്മൾ പാട്ടൊന്നും കൂടാനായിട്ട് പോയില്ല. ഉറക്കം വന്നതോടെ ഞാൻ കിടന്നു കേട്ടോ. ഞങ്ങൾ രണ്ടും കിടന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു രാവിലെ 2 മണി വരെയൊക്കെ പാട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമുക്കിനി ഇറങ്ങേണ്ടത് താനെ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും റെഡി ആയിട്ടൊക്കെ ഇരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് മാത്തേരനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ താനെയിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അവിടെ നിന്ന് നമ്മൾ ഇനി എങ്ങോട്ട് പോകണമെന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുവാണ് കേട്ടോ. അപ്പം ഇനി നമ്മൾ ഇവിടെ നിന്നൊരു 1 hour ജേർണി ഉണ്ട് ട്രെയിനിൽ നേരൽ എന്ന് പറയുന്ന പ്ലേസിലേക്ക്. അവിടെ നിന്നാണ് നമ്മൾ ടാക്സി പിടിച്ച് മാത്തേരനിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടുത്തെ എന്ന് വെച്ചാൽ ഭയങ്കര ലോക്കൽ ട്രെയിനാണ്. ഭയങ്കര ആൾക്കാരായിരിക്കും, ക്രൗഡഡ് ആയിരിക്കും. അപ്പോൾ സീറ്റൊന്നും കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മളെല്ലാവരും നിന്ന് തന്നെയാണ് പോയത് കേട്ടോ. അപ്പോൾ ഭയങ്കര ആളുകൾ ഇങ്ങനെ കയറാനും ഇറങ്ങാനും
നിൽക്കുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ബാഗൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ നമുക്ക് 15 രൂപയും കണ്ടാണ് അവിടുന്ന് ട്രെയിനിൽ നമുക്ക് അങ്ങോട്ട് നേരൽ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരൽ സ്റ്റേഷനിൽ എത്തി. എന്നിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണം കേട്ടോ, ഇനി അടുത്ത് ടാക്സി പിടിച്ച് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇനി ടാക്സി പിടിച്ച് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ഒരാൾക്ക് 100 രൂപയാണ്. അപ്പോൾ 5 പേര് കയറുമ്പോൾ 500 രൂപയായി. അപ്പോൾ ടാക്സിയിൽ കയറി നമ്മൾ പോവുകയാണ് കേട്ടോ. ഈ ടാക്സി ഭയങ്കര സ്പീഡാണ്, കുറേ ഹെയർ പിന്നുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം നന്നായിട്ട് പിടിച്ചൊക്കെ ഇരിക്കണം. പിന്നെ ഒരു രസമാണ് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ജീപ്പ് സവാരിയൊക്കെ ചെയ്യുന്നത് പോലെ ഇവിടുത്തെ ജീപ്പ് സഫാരിയാണ് ഈ ടാക്സിയിലുള്ള ഈ യാത്ര. അപ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പോകുന്ന കാഴ്ചകളൊക്കെ കൊള്ളാം, നല്ല ഹെയർ പിന്നൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ ഞങ്ങളെ ടാക്സിക്കാരൻ കുറച്ച് പുറകോട്ടാണ് കേട്ടോ നിർത്തിയത്, പാർക്ക് ചെയ്ത് തന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നടക്കേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ നടക്കുകയാണ്. കുറച്ചേ ഉള്ളൂ കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം മാത്തേരനിൽ എത്തി. ഇനി നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ആണ് നമ്മൾ അകത്തോട്ട് കയറുന്നത്. അതൊക്കെ നമ്മൾ എടുക്കേണ്ട, നമ്മുടെ കൂടെ വന്ന കോർഡിനേറ്റർ എടുത്തോളും. അപ്പം നമ്മൾ മാത്തേരനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അവിടുത്തെ ഇപ്പോൾ പെട്ടെന്ന് മഴയൊക്കെ പെയ്തു, അതാണ് എല്ലാവരും റെയിൻ കോട്ടൊക്കെ എടുത്തിട്ടത്. അപ്പോൾ നമ്മൾ അകത്ത് കയറുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു വ്യൂ ഒക്കെയാണ്. മാത്തേരൻ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ വണ്ടികളൊന്നുമില്ല. ഇവിടെ ആകെ കുതിര സവാരിയും പിന്നെ ചെറിയ ഈ കാളവണ്ടി പോലത്തെ സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ വണ്ടി ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ഇന്ത്യസ് ഒൺലി ഓട്ടോമൊബൈൽ ഫ്രീ ഹിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തേരനാണ്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റേയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അത് പോകുന്നത് ഒന്നെങ്കിൽ കുതിര സവാരി ചെയ്ത് പോകണം. അപ്പോൾ അത് നമ്മൾ ചെയ്തില്ല, നമുക്കറിയത്തില്ല റേറ്റൊക്കെ എങ്ങനെ ആവുമെന്ന്. ഒന്നെങ്കിൽ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കേണ്ടി വരും. പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ടോയ് ട്രെയിൻ. നമ്മൾ ടോയ് ട്രെയിൻ വഴിയാണ് പോയത്. പിന്നെ അല്ലെങ്കിൽ നടന്നു പോകണം. അപ്പോൾ ഇങ്ങോട്ടേക്ക് നടന്നു വരാം, അങ്ങോട്ടേക്ക് ടോയ് ട്രെയിനിൽ പോകാം എന്ന് കരുതിയിട്ട് നമ്മൾ ടോയ് ട്രെയിനിലാണ് അങ്ങോട്ടേക്ക് പോയത് കേട്ടോ. ഈ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ അവിടെ ഒരു ചെറിയൊരു ഫ്രൂട്ടുണ്ട്, കുക്കും എന്ന് പറഞ്ഞിട്ട്, അത് നമ്മൾ വാങ്ങി. അല്ലാതെ സ്റ്റാർ ഫ്രൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുക്കും കണ്ടിട്ട് പെട്ടെന്ന് ഇതെന്താ സംഭവം എന്ന് നോക്കി വാങ്ങിക്കാൻ പോയതാണ്. അപ്പം മാങ്ങയും പേരയ്ക്കയും കുക്കുംബറും സ്റ്റാർ ഫ്രൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇത് വാങ്ങി. എനിക്ക് തോന്നുന്നു ആ ഒരു ചെറിയ ഇലയിൽ പൊതിഞ്ഞ് തരുന്നതിന് 30 രൂപയാണ്. അപ്പോൾ അത് അവർ ബ്ലാക്ക് സോൾട്ടൊക്കെ ഇട്ട് നമുക്ക് തരും. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പുളിയും കുറച്ച് മധുരവും എല്ലാം കൂടെ ചേർന്ന് ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. അകത്തൊരു കുരുവും കൂടെ ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരാളാണ് തൈയിരിക്കുന്ന ആൾ. പിള്ളേരുടെ ഇന്നത്തെ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ച് തട്ടിപ്പറിച്ചാണ് കേട്ടോ വാങ്ങിക്കുന്നത്. നമ്മുടെ കയ്യിൽ ചോളം പിന്നെ ഈ മിഠായി എന്തെങ്കിലും കവറിൽ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടെന്ന് കണ്ടാൽ അത് എടുത്തുകൊണ്ട് പോകും. അതിനകത്ത് എപ്പോഴെങ്കിലും കണ്ടാൽ മതി, അത് വാങ്ങിയിട്ടേ പിന്നെ അടങ്ങുള്ളൂ പുള്ളിക്കാരൻ. അപ്പോൾ ഇതൊരു ചെറിയ കുട്ടിയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചതാണ്. എന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ടോ, ഇനി അടുത്ത ആരുടെ കയ്യിൽ നിന്ന് എടുക്കാം എന്ന് നോക്കിയിരിക്കുകയാണ്. അവിടുത്തെ ഈ കുക്കും എന്ന് പറയുന്ന സാധനമൊന്നും ഇവർക്ക് വേണ്ട, പക്ഷെ കൊടുത്താൽ കഴിക്കും, അല്ലാതെ തട്ടിയൊന്നും എടുക്കൂല. അടുത്ത ഒരാളുടെ കയ്യിൽ നിന്ന് കോൺ വാങ്ങിയിട്ടുള്ള ഇരിക്കുന്ന രംഗമാണ് കാണുന്നത് ആ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇനി നമുക്ക് ടോയ് ട്രെയിൻ കയറിയാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കുതിര സവാരിയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു, പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഈ കുറേ ചോളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്ന് ഈ കുതിരയുടെ മേളിൽ വെച്ചിട്ടാണ്. അപ്പോൾ ടോയ് ട്രെയിൻ ഇനി നമുക്ക് ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 12 മണിയാവും. 12 മണിക്കുള്ള ടോയ് ട്രെയിനിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അതുവരെ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണോ വേണ്ടയോ എന്നുള്ള ഇതിൽ നിൽക്കുകയായിരുന്നു. അവസാനം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് കരുതി അപ്പുറത്തൊരു ചെറിയ കടയുണ്ട്. അപ്പോൾ അവിടെ ചായ, മാഗി, കോഫി അതൊക്കെ കിട്ടും. പിന്നെ വടാപ്പാവ്, ഇവിടെ വടാപ്പാവാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കഴിച്ചു ഇപ്പോഴല്ല, തിരിച്ചു വരാൻ നേരത്ത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ മാഗി വാങ്ങിച്ചു കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ടോയ് ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ കിട്ടി. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്.
അപ്പോൾ ഇതാണ് അമ്മാൻ ലോഡ്ജ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ടോയ് ട്രെയിൻ ഉള്ളത്. ടോയ് ട്രെയിന് കയറി നമ്മൾ നമ്മുടെ സ്റ്റേയിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് പിന്നെ നമ്മൾ വ്യൂ പോയിൻറ്റ്സ് ഒക്കെ കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ കൂടെ വന്ന 77 പേരും ഈ ഒറ്റ ട്രെയിനിൽ, വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ള ആ ഒരു ട്രെയിനിൽ. അപ്പോൾ 77 ടിക്കറ്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്, എല്ലാവരും ഒരു ട്രെയിനിൽ തന്നെ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് കേട്ടോ ട്രെയിൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കോർഡിനേറ്റർ ജുനൈദ്. അപ്പോൾ ജുനൈദ് എല്ലാവർക്കും ടിക്കറ്റ്സ് കൊടുക്കുകയാണ്. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്ലാസ് ആണ് കിട്ടിയത്. എവിടെയാണ് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഒന്നൊന്നും അറിയാതെ ഇരിക്കുകയാണ് എല്ലാവരും കേട്ടോ. ഓരോരുത്തർ സെക്കൻഡ് ക്ലാസ്സിൽ പോയി കയറി, ഫസ്റ്റ് ക്ലാസ്സുകാർ. അങ്ങനെ ഞങ്ങളും കയറി, പിന്നെ തിരിച്ചിറങ്ങി വീണ്ടും കയറി. അങ്ങനെ നമുക്ക് സീറ്റ് കിട്ടി എങ്ങനെയും. പോകുന്ന വഴിയൊക്കെ ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്നതും വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടൂടെ. അതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അവരങ്ങോട്ട് നടന്നു പോകും, അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ച് നടന്നു വരുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ നടന്നാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ മാത്തേരനിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും കുറച്ച് നടന്നിട്ട് നമ്മുടെ സ്റ്റേയിലേക്ക് പോകണം. ഇച്ചിരിയേ ഉള്ളൂ നടക്കാൻ. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ചെറിയ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഗ്രൂപ്പിൻ്റെ വീഡിയോ ഒക്കെ. അത് കഴിഞ്ഞ് നമ്മളിതാ നടക്കുകയാണ് നമ്മുടെ സ്റ്റേയിലേക്ക്. കുറച്ചേ ഉള്ളൂ കേട്ടോ നടക്കാൻ. പോകുന്ന വഴിക്ക് ചെറിയ മാർക്കറ്റുകളൊക്കെ കാണാൻ പറ്റും. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട വരും, ഒരു 2 സെക്കൻഡ് കഴിയുമ്പം വെയിൽ വരും, കുറച്ച് 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും മഴ വരും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു നമ്മൾ നടക്കുന്ന ആ ഒരു സ്ഥലത്തെ ക്ലൈമറ്റ്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം കണ്ടപ്പോഴത്തേ അത്ഭുതമായിട്ട് തോന്നി, ഇതെന്താ ഇങ്ങനെയെന്ന്. കണ്ട ഇപ്പം ചെറിയ ഒരു മഴ മാറി ചെറിയൊരു കോട പോലെ വന്നു. അപ്പോൾ ഇതാണ് നമ്മൾ നിൽക്കുന്ന നമ്മുടെ സ്റ്റേ റോയൽ. അപ്പോൾ ഇവിടെയാണ് നമ്മളിനി ഒരു ദിവസം താമസിക്കുന്നത്. ഇച്ചിരി നേരെ ഉള്ളൂ കേട്ടോ, രാത്രിയിൽ ജസ്റ്റ് സ്റ്റേ ഉള്ളൂ. പിന്നെ ഫുഡ് എല്ലാം ഇവിടെ നിന്ന് തന്നെയാണ്, നമ്മുടെ റോയൽ ഹോട്ടൽ. അപ്പോൾ റൂമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ റൂം. നമ്മൾ കപ്പിൾ റൂമാണ് കേട്ടോ എടുത്തത്. ബാക്കിയുള്ളവരൊക്കെ ഇതുപോലത്തെ റൂം തന്നെ, പക്ഷേ അവർക്ക് കൂടെ കുറച്ച് പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ 2 മാത്രമേ ഉള്ളൂ ഈ റൂമിൽ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ റൂം. അത്യാവശ്യം നല്ല റൂം തന്നെയാണ്, AC ഒക്കെ ഉള്ള റൂം തന്നെയായിരുന്നു. അപ്പോൾ നല്ല റൂമാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രഷൊക്കെ ആയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ലഞ്ച്. അപ്പോൾ ഡൈനിങ് ഹാളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു. ഉച്ചയ്ക്ക് നമുക്ക് റൈസും ചപ്പാത്തിയും പിന്നെ ഒരു മോരിനകത്ത് ബ്ലാക്ക് സോൾട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫുഡായിരുന്നു. പിന്നെ ദാൽ കറി, അങ്ങനത്തെ പൊട്ടറ്റോ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളിനി വ്യൂ പോയിൻറ്റ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും റെഡിയായിട്ട് വരാൻ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തതേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ കുറേ സ്വിങ് ഉണ്ട്. അപ്പോൾ അവിടെ കയറി എല്ലാവരും വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ എല്ലാവരും ഹായൊക്കെ കാണിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്ക് യൂട്യൂബ് ചാനലുണ്ടത്. അപ്പോഴാണ് ആഹാ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും റിയാക്ഷനൊക്കെ ഇട്ടു.
നമുക്ക് കിട്ടിയത് ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടി തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയില്ല. കാരണം നമ്മളിവിടെ വന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മളുടെ മാക്സിമം നമ്മുടെ പ്ലേസസ് കവർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ വ്യൂ പോയിൻറ്റ്സ് ഒക്കെയാണ് നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തത്. നമ്മൾ പൂളിൽ ഇറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതാ നമ്മളെല്ലാവരും റെഡി ആയിട്ട് ഇതാ ഇറങ്ങുകയാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ അലക്സാൻഡ്ര പോയിന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2-3 പോയിന്റ്സ് കവർ ചെയ്തു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഡയറക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ തനിയെ വന്നാലും നമുക്ക് പോകാവുന്നതേ ഉള്ളൂ. തിരിച്ചു വരാനാണ് ബുദ്ധിമുട്ട്. ഇത് നമ്മുടെ കൂടെയുള്ള ലക്ഷദ്വീപിൽ നിന്ന് വന്ന ടീമാണ്. അപ്പോൾ അവരുമുണ്ട് നമ്മുടെ കൂടെ നമ്മുടെ ട്രിപ്പിന്. അപ്പോൾ അവരൊരു മന്ത് വെക്കേഷനായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇനി അവർ ഗോവ കൂർഗൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇടയ്ക്ക് മഴ പെയ്തതുകൊണ്ടാണ് കോട്ട് എടുത്തിട്ടത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മഴ പോകും, പിന്നെ ഊരും, പിന്നെ ഇടും, അങ്ങനെയായിരുന്നു. അപ്പം നമ്മൾ അഗുംബെ പോയപ്പോൾ ഇങ്ങനെയല്ലായിരുന്നു. അത് ഫുൾ ടൈം ചെറിയ മഴയായിരുന്നു. അപ്പോൾ അത് ഊരേണ്ടിയേ വന്നില്ല. പക്ഷെ ഇവിടെ എങ്ങനെയല്ല, ഇടയ്ക്ക് മഴ വരും, മഴ പോവും, അങ്ങനെയാണ്. അപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഓടിയത്. അപ്പോൾ നന്ദു പറയാം എന്തെങ്കിലുമൊക്കെ കാണിക്കുക, ഞാൻ എടുത്തു തരാം വീഡിയോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ അലക്സാൻഡ്ര പോയിന്റിലെത്തിയിരിക്കുകയാണ്. ഇതാണ് അലക്സാൻഡ്ര പോയിന്റ്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ അങ്ങോട്ട് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാം. അവിടം വരെ നമുക്ക് ആ ഒരു ഇത് വെച്ചിരിക്കുന്ന ആ ഒരു കമ്പി വെച്ചിരിക്കുന്ന അവിടം വരെ നമുക്ക് എൻട്രി ഉള്ളൂ. പക്ഷെ എല്ലാവരും അങ്ങോട്ട് ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ ഗാർഡൊന്നുമില്ല കേട്ടോ. മാത്തേരാനിൽ ഗാർഡൊന്നും ഞാൻ അങ്ങനെ കണ്ടതേ ഇല്ല. നമ്മുടെ കേരളത്തെ പോലെ അങ്ങനെ ഓരോ പോയിന്റിലും ഗാർഡ്സും സെക്യൂരിറ്റി അങ്ങനെ ഒന്നുമില്ല. അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ നമ്മൾ എടുത്തു. കൂടുതലും നമ്മൾ കപ്പിൾ ഫോട്ടോസാണ് എടുത്തത്. അപ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ് ആയിരുന്നു നമ്മൾ ആദ്യം കണ്ട അലക്സാൻഡ്ര വ്യൂ പോയിന്റ്. ഇനി നമ്മൾ നമ്മുടെ നെക്സ്റ്റ് വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ് കേട്ടോ. എക്കോ പോയിന്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ അലക്സാൻഡ്ര വ്യൂ പോയിന്റിൽ പോയിട്ട് കുറച്ച് പേര് വേറെ വഴി പോയി, കുറച്ച് വേറെ വഴി പോയി. അങ്ങനെ ഞങ്ങളും വേറെ ഏതോ വഴിയിലൊക്കെ പെട്ടുപോയി. അങ്ങനെ പിന്നെ അവസാനം വ്യൂ പോയിന്റിൽ എങ്ങനെയോ എത്തി. ഇടയ്ക്കൊക്കെ മഴയായി, ചെടിയിലൊക്കെ നടന്ന് അങ്ങനെയാണ് പോയത്. പിന്നെ ഞാൻ കുട എടുത്തിട്ടോ. എനിക്ക് ഊരിയും ഇട്ടും വീണ്ടും വീണ്ടും ഇടാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ കോട്ട് മാറ്റി കുടയാക്കി. അങ്ങനെ കുടയിലേക്ക് ഷിഫ്റ്റായി. പോകുന്ന വഴിക്കൊക്കെ നമുക്കിങ്ങനെ കുതിര സവാരി കാണാൻ പറ്റും. നമുക്ക് ഓരോ വ്യൂ പോയിന്റിലേക്ക് പോകാനും നമുക്ക് ഈ ഹോഴ്സ് റൈഡിങ് പറ്റും കേട്ടോ. അപ്പോൾ അതിനും നമ്മൾ പേ ചെയ്യേണ്ടി വരും എക്സ്ട്രാ. അപ്പോൾ അതൊക്കെ നമ്മൾ പേഴ്സണലായിട്ട് ചെയ്യുന്നതാണ്, പേഴ്സണലായിട്ട് ക്യാഷ് കൊടുത്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വ്യൂ പോയിൻ്റായ എക്കോ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഹാർട്ട് ഷേപ്പിൽ ഒരു ഫോട്ടോ ബൂത്തൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് 10 രൂപയാണ് കൊടുക്കേണ്ടത്. അതങ്ങനെ എടുക്കേണ്ടവരൊക്കെ കൊടുത്ത് എടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് വലിയ വർത്തായിട്ട് തോന്നില്ല. 10 രൂപയുള്ളൂ, പക്ഷെ കൊള്ളൂല, എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ പോയില്ല. കണ്ടോ, ഇതാണ് ആ സംഭവം. വലിയ രസമൊന്നുമില്ല, പക്ഷേ ഇത്രയും ആളുകൾ ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ആ ഫോട്ടോ എടുക്കേണ്ടത്. അപ്പോൾ പിന്നെ അത് ഒട്ടും വോർത്തല്ല. അതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്തില്ല. അപ്പോൾ ഇതാണ് എക്കോ പോയിന്റ്. എക്കോ പോയിന്റിലുള്ള വീഡിയോ ആണ് നിങ്ങൾ ആദ്യമേ എൻ്റെ വീഡിയോയിൽ കണ്ടത്, ആ ഒരു സ്ലോമോ വീഡിയോ. അപ്പോൾ അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ തന്നെയാണ്, നമ്മുടെ ട്രിപ്പിനുള്ളവരാണ്. കോഴിക്കോടും കണ്ണൂരും കാസർഗോഡൊക്കെ ഉള്ളവരാണ്. എക്കോ പോയിന്റിൽ നമ്മൾ ഇറങ്ങി കേട്ടോ. എക്കോ പോയിന്റിൽ എത്തിയപ്പോഴാണ് നമ്മുടെ കൈവിട്ട് പോയ ബാക്കി ചങ്ങാതിമാരെല്ലാം വീണ്ടും കണ്ടത്. അപ്പോൾ പിന്നെ ഇനി നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് അവരുടെ കൂടെയാണ് കേട്ടോ. കുറച്ച് പേരൊക്കെ സ്റ്റേയിലേക്ക് തിരിച്ചു പോയി, പൂളിലേക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാമെന്ന് തന്നെ കരുതി. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഷാർലറ്റ് ലേക്കിലേക്കാണ്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ട്രിപ്പിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് എന്ന് പറയുന്നത്. നമ്മുടെ റിവേഴ്സ് വാട്ടർഫാൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സ്ഥലമായിരുന്നു കേട്ടോ ഇത്. നമ്മൾ പോകുന്ന വഴി, നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണിത് ചെയ്തത്. പക്ഷേ തിരിച്ചു വന്നപ്പോഴും നമ്മൾ കുറേ നേരം അവിടെ നിന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
ഞാൻ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് കയറി ആളുകൾ നിൽക്കുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. എന്തായാലും നമ്മൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടതേ ഉള്ളൂ. ഇവിടെ കുറേ വ്യൂ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സൈഡിലുള്ള വ്യൂ ആയിരിക്കും ഒരു പോയിന്റ്, അപ്പുറത്തെ സൈഡിലുള്ള വ്യൂ ആയിരിക്കും അടുത്ത പോയിന്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടിട്ട് വരുമ്പം അപ്പുറത്തെ സൈഡിൽ കുറേ ആളുകൾ നിൽക്കുന്നതാണ്. അതായിരിക്കും ചിലപ്പോൾ അലക്സാണ്ട്ര പോയിന്റ്. ഇതാണ് ലോർഡ്സ് പോയിന്റ്. അപ്പോൾ ഈ ആളുകളൊക്കെ നിൽക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് നല്ല വ്യൂസ് കിട്ടും. ഇവിടെ നമ്മൾ അധികം സ്പെൻഡ് ചെയ്തില്ല, അധികം എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്ന് തോന്നിയില്ല, അതുകൊണ്ട് വലുതായിട്ടൊന്നും സ്പെൻഡ് ചെയ്തില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ കണ്ണൂർ, കോഴിക്കോട് നിന്നൊക്കെ വന്ന നമ്മുടെ കൂടെ വരാത്ത മലയാളീസ് ഉണ്ടല്ലോ, അവരെയൊക്കെ കണ്ടായിരുന്നു, പരിചയപ്പെട്ടു. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നു. ഇതാണ് നമ്മുടെ ലോർഡ്സ് പോയിന്റ്. കണ്ടോ, ഇത് നമ്മൾ നേരത്തെ അലക്സാണ്ട്ര പോയിന്റ് കണ്ട ആ ഒരു വ്യൂ അപ്പുറത്തെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കുറച്ച് നടക്കുമ്പോഴത്തേക്കും പല പല വ്യൂ ആണ്. ഷാർലറ്റ് ലേക്കിൽ അങ്ങോട്ട് നടന്നപ്പോൾ കുറേ വഴികളൊക്കെ കണ്ടു. അതുവഴി പോകാമെന്നൊക്കെ കരുതി നമ്മൾ കുറച്ചങ്ങോട്ടൊക്കെ പോയി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇരുട്ടി തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കുറച്ച് വീഡിയോസ് എടുത്തിട്ട് നമ്മൾ വിചാരിച്ചു തിരിച്ചു വരാം. അവിടെ പാമ്പിനെയൊക്കെ കണ്ടു, അതുകൊണ്ട് തന്നെ തിരിച്ചു വന്നു. അപ്പോഴത്തേക്കും ഒരു ക്ഷേത്രം കണ്ടു, അവിടെ കയറി. അവിടെ ഒരു മഹാദേവൻ്റെ പ്രതിഷ്ഠയാണ് ഉണ്ടായിരുന്നത്. പിഷർനാഥ് മഹാദേവ് ടെമ്പിൾ എന്നായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിനിയിപ്പോൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചാ ഞാൻ റിവേഴ്സ് വാട്ടർഫാളിൽ പോയി ഒന്നുകൂടെ നിൽക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. സുഹൃത്തുക്കളെ, 7 മണിയാണ്. ഇപ്പോൾ ഡീമൻ പറഞ്ഞ പോലെ 7 മണിയായിട്ട് ഇരുട്ടിയിട്ടില്ലായിരുന്നു. നമ്മൾ തിരിച്ചു പോയി 7:30 ആയപ്പോഴാണ് ഇരുട്ടിയത്. അപ്പം നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റേയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ 7:30 ആയപ്പോൾ എത്തി കേട്ടോ. ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നേരെ ഡിന്നർ കഴിക്കാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് DJ ഉണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ നല്ല ഫുഡായിരുന്നു അവിടെ. രാത്രിയിലുള്ള ഒരു ടൊമാറ്റോ സൂപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ടൊമാറ്റോ സോസ് തന്നതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. ചപ്പാത്തി, റൈസ്, സാലഡ്, പിന്നെ ഒരു സ്ട്രോബെറി ബദാം മിൽക്കാണോ ഷേക്കാണോ എന്നറിയത്തില്ല, ഒരു സൈഡ് ഡിഷായിട്ട് ഉണ്ടായിരുന്നു, ഒരു ഡെസേർട്ട് പോലെ. അത് അടിപൊളിയായിരുന്നു. ഈ ഇരിക്കുന്ന സാധനം അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ 2-3 ഗ്ലാസ് കുടിച്ചു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ 2 പ്രോപ്പർട്ടി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് നമ്മുടെ റോയൽ ഹോട്ടലും പിന്നെ പാരാമൗണ്ട് ഹോട്ടലും. അപ്പോൾ അവിടെ എന്താണ് DJ വല്ലതും ഉണ്ടോ എന്താണെന്ന് നോക്കാനായിട്ട് പോയതാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരുവാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മുടെ ഹോട്ടലിൽ വെച്ചാണ് DJ ഒക്കെ നടത്തിയത്. DJ കഴിഞ്ഞിട്ട് നമുക്കൊരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ഉണ്ടായിരുന്നു. നമ്മളുടെ കഥകൾ പറയുക, നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പിന്നെ നമ്മുടെ ബ്രേക്കപ്പ് സ്റ്റോറി പറയാം, എന്ത് കഥ വേണമെങ്കിലും പറയാം, നമ്മുടെ എക്സ്പീരിയൻസ് പറയാം, നമ്മളെ ഡ്രീം ഡെസ്റ്റിനേഷൻ പറയാം, നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സെഷനൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രാത്രി പോയി കിടന്നുറങ്ങുകയാണ് ചെയ്തത്. പിന്നെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് നമ്മൾ അടുത്ത വ്യൂ പോയിന്റ്സ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയി കേട്ടോ. 5:30 ഇറങ്ങി സ്റ്റേ ചെയ്യുന്നു. എന്നിട്ട്
5:30 ഇറങ്ങുമെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി, ഒരു 5-10 മിനിറ്റ് ലേറ്റായിപ്പോയി. അതുകൊണ്ട് അവരെല്ലാം പോയി. അപ്പോൾ പിന്നെ നമ്മൾ ഒറ്റയ്ക്കാണ്, നമ്മൾ 2 പേരും മാത്രമാണ് പിന്നെ ആ വ്യൂ പോയിൻറ്റ്സൊക്കെ നോക്കാൻ പോയത്. അപ്പോൾ ഇതാണ് നമ്മുടെ മറ്റേ ഹോട്ടൽ, പാരമൗണ്ട് ഹോട്ടൽ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാത്രമായി. അങ്ങനെ പിന്നെ നമ്മൾ ഡയറക്ഷൻസൊക്കെ നോക്കിയിട്ട് നമ്മുടെ അടുത്ത വ്യൂ പോയിൻ്റ് നോക്കി. ഇതാണ് ഹണിമൂൺ വ്യൂ പോയിൻ്റ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. വേറെ ആരും ഇത് അങ്ങനെ എക്സ്പ്ലോർ ചെയ്തില്ലാന്ന് തോന്നുന്നു, ഇവിടെ കയറിയില്ലാന്ന് തോന്നുന്നു, നമ്മൾ മാത്രമേ കയറിയുള്ളൂ തോന്നുന്നു. ഇവിടെ അധികം കാണാനൊന്നുമില്ല, എല്ലാം മൂടൽമഞ്ഞ് ആയി ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് വലുതായിട്ടൊന്നും വ്യൂ ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഫോട്ടോസൊക്കെ എടുക്കാൻ വേണമെങ്കിൽ, പക്ഷേ ചെറിയൊരു വ്യൂ പോയിൻ്റാണ്. ആരും ഇല്ലായിരുന്നു, നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ വന്നപ്പോൾ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്ന നേരത്ത് ഈ കടകളുടെ ഫ്രണ്ടിലെല്ലാം ഒന്നോ രണ്ടോ പട്ടികളൊക്കെ കാണും കേട്ടോ. അത് കട നോക്കാനാണോ ആരെങ്കിലും വരുന്ന നോക്കാനോ എന്നറിയില്ല, അവരുടെ പട്ടികൾ തന്നെയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഫ്രണ്ടിൽ ഇങ്ങനെ പട്ടികളെ കുറേ കണ്ടു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ മാത്രമല്ല കേട്ടോ, ഇടയ്ക്കൊക്കെ പേടിയായി, ഇനി ഇതൊക്കെ തന്നെയാണോ വഴി എന്നൊക്കെ ആലോചിച്ചിട്ട് പേടിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡയറക്ഷൻസ് നോക്കിയിട്ട് തന്നെ മുമ്പോട്ട് പോയി. കുറേയൊക്കെ ആയപ്പോഴത്തേക്കും അരുവിയൊക്കെ പോലെ കണ്ടു. ഇനി ഇതാണ് വഴി എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അങ്ങനെ നോക്കി നമ്മുടെ ലൂയിസ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാവരെയും നമ്മൾ കണ്ടു, അവരുടെയൊക്കെ ഇങ്ങനെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും പോയപ്പോഴത്തേക്കും നല്ല മഞ്ഞ്, നല്ല മൂടി കിടക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, താഴോട്ടാണ് ബാക്കി എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ടോ, നല്ല ഒരു വ്യൂ ആണ്, നോക്കിയേ എന്ത് രസമാണെന്ന്. പൊന്മുടി പോയാൽ പോലും ഈ ഒരു ഇത്രയും ഒറ്റ ആളുകളില്ലാതെ നമുക്കിത് ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടൂല. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ കുറച്ചുകൂടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ പിള്ളേരെ എല്ലാവരെയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ശരിക്കും പറഞ്ഞ ആശ്വാസമായത്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു നമ്മളൊരു 1 hour സ്പെൻഡ് ചെയ്തിട്ട് ആണ് പോയത്. കാരണം അവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട്, അത് ശരിക്കും വിസിബിൾ അല്ലായിരുന്നു. അത് വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് ആണ് കുറേ വെയിറ്റ് ചെയ്തു. ഈ ഒരു മഞ്ഞ് മൂടി കിടക്കുമായിരുന്നു, അപ്പോൾ നമുക്ക് കാണാനേ പറ്റുന്നില്ലായിരുന്നു. അത് കാരണം നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ കുറേ വീഡിയോസൊക്കെ എടുത്തു അതിനിടയ്ക്ക്. കാരണം ഇത്രയും ഒരു ഇതിൽ നമുക്ക് എന്തായാലും അത് വിസിബിൾ ആവില്ല. അപ്പോൾ കുറേ വെയിറ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടാണ് നമുക്കത് വിസിബിൾ ആയത്. കണ്ടോ, ഈ ഒരു വ്യൂ നമുക്ക് കിട്ടിയത് കുറേ കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും നമ്മളൊരു പോയിന്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും വന്നു, നല്ല വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴും നല്ല വ്യൂ കിട്ടി കേട്ടോ, നന്നായിട്ട് കാണാൻ പറ്റി. എല്ലാവരും പോയി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം വീണ്ടും സ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെ പിന്നെ തിരിച്ചു പോയത്. അത് കണ്ടോ, ഒരു ചെറിയ പ്രതിമ ഇരിക്കുന്നത്, സൂം ചെയ്ത് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഒരു ചെറിയ പ്രതിമ ഉണ്ട്. ഇതാരാണ് അവിടെ കൊണ്ടുവച്ചതെന്ന് അറിയത്തില്ല, പക്ഷെ കൊള്ളാം കേട്ടോ, ഇതുവരെ കാണാത്തൊരു സംഭവം. അത് കഴിഞ്ഞ് നമ്മൾ മലങ്ക് പോയിന്റ് വിസിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെയും നല്ല കോടയായിരുന്നു. പക്ഷെ അവിടെ ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ നടന്നു പോകാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടാണ് അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഇരുന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത്.
നമ്മൾ വീണ്ടും തിരിച്ച് ലൂയിസ പോയിന്റിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല വ്യൂ കണ്ടു കേട്ടോ, നന്നായിട്ട് കാണാൻ പറ്റിയ വാട്ടർഫോള്. എന്നിട്ട് വീണ്ടും നമ്മൾ കുറച്ച് സിംഗിൾ ഫോട്ടോസും ഗ്രൂപ്പ് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടാണ് തിരിച്ച് പോയത്. അപ്പോൾ തിരിച്ചൊരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തിരിച്ചു വന്നു. എന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പൂരി, പോഹ, കോഫി, ടീ, ബ്രെഡൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിനി ചെക്കൗട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. 10 മണിയായി. 10 മണിക്ക് നമ്മൾ ചെക്കൗട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിനി ചെറിയൊരു ഷോപ്പിംഗ് എന്ന് പറയാൻ പറ്റില്ല, എന്തായാലും എനിക്കൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ആ ഒരു ഷോപ്പ് തേടി പോവാണ്. അപ്പോൾ നമ്മുടെ കോർഡിനേറ്റർ പറഞ്ഞതനുസരിച്ച് നമ്മളൊരു ഷോപ്പിലെത്തി. അവിടുന്ന് 2-3 മാഗ്നറ്റ് വാങ്ങിയിട്ട് നമ്മൾ പിന്നെ തിരിച്ച് നടന്നാണ് അമ്മാൻ ലോഡ്ജിലേക്ക് പോകുന്നത്. നമ്മൾ ഇങ്ങോട്ട് ടോയ് ട്രെയിനിലല്ലേ വന്നത്, അങ്ങോട്ട് നമ്മൾ നടന്നാണ് പോകുന്നത് അമ്മാൻ ലോഡ്ജിലേക്ക്. അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ടാക്സി പിടിച്ച് നമ്മൾ നേരെ സ്റ്റേഷനിലേക്ക് പോകുന്നത് കേട്ടോ. തിരിച്ച് പോകുന്ന വഴി മഴ ഉണ്ടായിരുന്നു, അപ്പോൾ കോട്ട് എടുത്തിട്ടു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയും കുറേ വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ വിസിറ്റ് ചെയ്ത ഒരു വ്യൂ പോയിൻറ്റ് മൈറ വ്യൂ പോയിൻ്റ് ആണ്. അപ്പോൾ ഈ ലഗേജൊക്കെ ഇട്ടുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കാണാൻ പോകുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ അവിടെ വെയിലും കൂടെ ആയിരുന്നു, മഴയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഇത്രയും ആളുകളുടെ ഇടയിൽ ഇതൊക്കെ പോയി കാണുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. അതുപോലെ ചെറിയൊരു വ്യൂ പോയിൻ്റ് ആണ്, അധികം നിന്നില്ല. പിന്നെ നമ്മൾ തിരിച്ചു പോരുന്ന നടക്കുമ്പോഴത്തേക്കും ട്രെയിൻ വരുന്ന കണ്ടു അവിടെ നിങ്ങോട്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ടോയ് ട്രെയിൻ എടുത്ത് തന്നെ തിരിച്ചു വരാം കേട്ടോ. പക്ഷെ നമ്മൾ ഓപ്റ്റ് ചെയ്തത് നടന്നാണ്, കുറച്ച് നടക്കാമെന്നൊക്കെ കരുതി. കാരണം ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിയണമല്ലോ. അപ്പോൾ നമ്മൾ തിരിച്ചു പോയപ്പോഴത്തേക്കും വീണ്ടും കുറേ ഡയറക്ഷൻ വെച്ചിട്ട് കുറേ വ്യൂ പോയിൻറ്റ്സ് ഒക്കെ കണ്ടു. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് കരുതി കുറേ ഉള്ളിലേക്ക് ഒരു ഫോറസ്റ്റിൻ്റെ ഇടയിലൊക്കെ ആയിട്ടാണ് പോയേക്കുന്നത്. നമ്മൾ ഒരു ഗ്രൂപ്പുണ്ട്, അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പോയത്. അങ്ങനെ നടന്ന് നമ്മൾ അടുത്ത പോയിന്റിലേക്ക് ഇരിക്കുകയാണ്, ഗർഭത്ത് പോയിന്റ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊരു ചായയൊക്കെ പാസ്സാക്കിയിട്ട് എല്ലാവരും നല്ല വൈബടിച്ചിരിക്കുകയാണ്. അവിടത്തെപ്പോഴത്തേക്കും തളർന്നു ഗൈസ്, അതുകൊണ്ട് ചായയൊക്കെ ആവാമെന്ന് കരുതിയിട്ട് നമ്മൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നടന്നിട്ട് അമ്മാൻ ലോഡ്ജിലെത്തി. അവിടുന്ന് ടാക്സി പിടിച്ചിട്ട് നമ്മൾ ഒരു 6 പേര് ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിച്ച് നേരാൽ സ്റ്റേഷനിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ താനയിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇതൊരു 45 മിനിറ്റ്സ് ജേർണി ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഒരു 1 hour ജേർണി ഉണ്ട്. അപ്പോൾ ഈ പോകുന്നത് ഭയങ്കര സ്പീഡിലാണ് കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മളിതാ തിരിച്ച് നേരാൽ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ താനയിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇങ്ങോട്ട് വന്ന പോലെ തിരിച്ചു. പക്ഷേ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും സീറ്റ് കിട്ടിയിട്ടോ. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ എന്തോ ആണ് ഇരുന്നത്. നമുക്കറിയത്തില്ല ഏതാണ് സംഭവം, അതുകൊണ്ട് നമ്മൾ കിട്ടിയ സീറ്റ് കയറി ഇരുന്നിട്ടുണ്ട്. ഒരു 1 hour ജേർണി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ 1 മണിക്കൂർ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ താനയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇത്രയും നടന്നിട്ട് വന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ജുനൈദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്ഡൊണാൾഡ്സ് ഉണ്ടെന്ന് അടുത്ത് താനയിൽ തന്നെ. അപ്പോൾ കുറച്ച് നടന്നിട്ട് നമ്മൾ അവിടെ പോയി. ഇത്രയും പേരുള്ളത് കൊണ്ട് തന്നെ കുറച്ച് പേര് ബർഗർ കിങ്ങിലും കുറച്ച് പേര് മക്ഡൊണാൾഡ്സിലും വന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ആണ് കഴിച്ചത്. അവിടെ ശരിക്കും കുറേ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് പേരെ ഉള്ളായിരുന്നു. പിന്നെ വേറെ ആൾക്കാർ, നമ്മൾ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ബർഗറൊക്കെ കഴിച്ചിട്ട് അവിടെ നമ്മൾ പതിയെ ഇറങ്ങിട്ടോ. അവിടെ ഇറങ്ങിയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി, എന്തെങ്കിലും ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടോ എന്ന് നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ അവിടെ നല്ല വടാപ്പാവും പാവ് ബജിയൊക്കെ കിട്ടും. ഈ മുംബൈയിൽ എന്ന് പറഞ്ഞാൽ, ഈ മഹാരാഷ്ട്ര എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കൂടുതലും ഈ പാവ് ബജി, വടാപ്പാവ് അങ്ങനത്തെ ഐറ്റംസാണ് കിട്ടുന്നത്. അപ്പോൾ അത് കണ്ടിട്ട്
എല്ലാവരും കൂടെ അങ്ങോട്ട് കയറി. പക്ഷെ എനിക്ക് വേണ്ടായിരുന്നു, ഇനി കഴിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമാവുമെന്ന് കരുതി ഞാൻ വാങ്ങിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഷുഗർ കെയിൻ ജ്യൂസ് കുടിച്ചു കേട്ടോ. അതിന് 15 രൂപ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ചെറിയ ഗ്ലാസ്സിലാണ് കിട്ടുന്നത്, ക്വാണ്ടിറ്റി കുറവാണ്. നമുക്കിനി കുറച്ച് ടൈം കൂടെ ഉണ്ട്. നമുക്ക് ശരിക്കും 5:15 ട്രെയിൻ. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് അവിടേക്ക് തെണ്ടിത്തിരി നടന്നിട്ട് നമ്മൾ സ്റ്റേഷനിലേക്ക് പോയി കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ട്രെയിൻ വരാൻ വെയിറ്റ് ചെയ്യുകയാണ്. ട്രെയിനിൽ കയറി ഫസ്റ്റ് ഡേ കയറി കിടന്ന് അടുത്ത ഡേ ഒരു ആഫ്റ്റർനൂൺ വരെ ഞങ്ങളൊന്നും ചെയ്തില്ല. ഞങ്ങൾ നല്ലോണമൊക്കെ റെസ്റ്റ് എടുത്തു, ഞാനും നന്ദുവും. പിന്നെ ഉച്ചയ്ക്കാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ അടുത്തേക്ക് പോയത്. ഇനി പണ്ടിട്ട് വേണ്ടിയാണ് ആക്സിഡന്റ് കണ്ട ഫ്രണ്ടിൽ പോയി കാണുകയായിരുന്നു. ഒരു പ്രാവശ്യം ഇങ്ങനെ സൈക്കിളിൽ ചെയ്യും അല്ല ഞാനൊരു പ്രാവശ്യം അത് പോയി നേരത്തെ പറയണ്ടേ പെണ്ണൊക്കെ ഒറ്റ ചവിട്ട് ഇവിടെ ഇങ്ങനെ മുറിഞ്ഞു പോയി തല്ലാറങ്ങി. അതിൽ പിന്നെ കുറച്ച് ആളെനിക്ക് ചോരാന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഭയങ്കര മറപ്പ് വരുവാണ്. പിന്നെ ഞാൻ യൂട്യൂബിൽ കയറി കുറെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിട്ടുണ്ടെന്ന് ആക്സിഡന്റ് ഉണ്ടാവണേയും ചോരയുടെ വീഡിയോ ഒക്കെ കണ്ടു പെട്ടെന്ന് അല്ല അറിയി കേൾക്കുമ്പോൾ തന്നെ അല്ല സീരിയസ് എനിക്ക് ഭയങ്കര അത്ര കുഴപ്പമില്ല. എനിക്ക് എന്റെ ബോഡി തന്നെ ഫീൽ തോന്നുന്നു ആക്സിഡന്റ് കാണുന്നു. അപ്പൊ എനിക്ക് പേടി പറഞ്ഞു. ഞങ്ങൾ ചെന്നുവിട്ട നല്ല അടിപൊളി ഒരു ഗ്രൂപ്പിലേക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ട്രിപ്പ് ഭയങ്കര രസമായിരുന്നു, നല്ല മെമ്മറബിൾ ആയിട്ടുള്ളൊരു ട്രിപ്പ് കൂടിയായിരുന്നു. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാൻ തുടങ്ങി. ദൈവനെയായിരുന്നു പിന്നെ അടുത്ത തരാം. നമുക്കങ്ങനെ അൽവ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പൊട്ടിച്ചെല്ലോട് വിതരണം ചെയ്യാൻ പോകും. എനിക്ക് ബ്ലാക്ക് ആദ്യമായി ഞാൻ ഉദ്ഘാടനം ചെയ്യേണ്ടത് ഗൈസ്. ഞാൻ മഞ്ഞ കളറിൽ ഉദ്ഘാടനം ചെയ്യും. ഭയങ്കര അട്ടിയാണല്ലോ. ഓക്കെ ഗൈസ്, ഞാൻ എടുത്തു ഗൈസ്. ഗൈസ് നമുക്കിവിടെ അർജു വന്നിട്ടുണ്ട് നമ്മുടെ ട്രിപ്പിന്. അർജു ഇനി നമ്മൾ ജോസിനെ കൊണ്ട് പാട്ട് പഠിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു കേട്ടോ. അപ്പം എന്താ പാടാൻ പോവാണ്. അവിടെ നിന്ന് നമ്മുടെ ആസിഫ് ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. അത് നമുക്കുള്ള ബീഫ് ബിരിയാണിയാണ് കേട്ടോ. റഹ്മത്തിൽ നിന്ന് ഓർഡർ ചെയ്യുന്നതാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഫ്രണ്ട് നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു
9 ബിരിയാണി നമുക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. അപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തിയിട്ട് നമ്മൾ ബിരിയാണി വാങ്ങിക്കാനായിട്ട് ഇറങ്ങി. ആസിഫെ നമ്മൾ അവിടെ ഇറക്കി. ആസിഫ കോഴിക്കോടാണ് പഠിക്കുന്നത്. അപ്പം അവിടെ ഇറക്കിയിട്ട് നമ്മൾ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതാ നമ്മുടെ ബീഫ് ബിരിയാണി കിട്ടിയിട്ടുണ്ട് റഹമത്തി എന്നുള്ള. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ. അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും കല്ലുമ്മക്കായൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രോൺസ് റോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കഴിച്ചത് അത് കല്ലുമ്മക്കായാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വെക്കുകയാണ്. എല്ലാം കൂടെ കഴിച്ച് അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ള എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. എറണാകുളം കോഴിക്കോടൊക്കെ ആയിട്ട് ഇറങ്ങി. അപ്പോൾ ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് പേരുണ്ട്. അവരൊക്കെ ഇപ്പുറത്തായിട്ടൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ മാത്രമായി കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റേഷനൊക്കെ എത്താറായി, രാത്രിയായി. അവർ ഉച്ചയ്ക്ക് ഇറങ്ങിയത്, ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ ഇനി ആരും ഇല്ലതാ നോക്ക്, നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെയാണ് ലാസ്റ്റ് സ്റ്റേഷൻ കൊച്ചുവേളി. അപ്പോൾ ഇനി നമ്മൾ അവിടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ട്രിവാൻഡ്രം എത്തിയിരിക്കുകയാണ് ട്രിപ്പ് കഴിഞ്ഞിട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, സീ യു.